നമസ്കാരം. ഇന്നലെ ജോലിന് ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഇടാറുള്ളൂ. അത് കൊടുത്തു വിട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ, തിരിച്ചേത് അവസ്ഥയിലാണ് വരുന്നതെന്നുള്ളത് കാണിക്കാറില്ല. അപ്പോൾ എനിക്ക് അതുകൂടെ കാണിക്കണമെന്ന് തോന്നി കേട്ടോ. ഫുഡ് വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് കുഞ്ഞു ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തുറന്നിട്ടില്ല, നിങ്ങളെയും കൂടെ കാണിച്ച് നമുക്ക് തുറന്ന് നോക്കാം എന്താണ് ഉള്ളിലെ അവസ്ഥ എന്ന് കാണിക്കാം. തുറന്നപ്പോൾ ഇതാ ഇങ്ങനെയാണേ. എന്താ ഇനി ആപ്പിൾ കഴിക്കാഞ്ഞത്? എന്നാ പറ്റി? വയറ് നിറഞ്ഞു പോയോ? ഓക്കെ. അടുത്ത ഡേ ഫുള്ള് കഴിക്കണം കേട്ടോ. കഴിക്കുവോ? അടുത്ത ഡേ ഫുള്ള് കഴിക്കുവോ? പറ. ഇത് അടുപ്പേ തൊടാതെ. അടുത്ത ഡേ ഫുള്ള് കഴിക്കുവോ? പറ. ഓക്കെ. ഓ, പക്ഷെ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. ഇനി കംപ്ലീറ്റ് കഴിച്ചിട്ട് വരുവോ? ഫുഡ് ഇല്ലാത്ത എത്ര ബേബീസ് ഉണ്ടെന്ന് അറിയാവോ? ഒരു വയറിന് വിശന്നിട്ട് കരയുന്ന ബേബീസ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ഫുഡ് ഇങ്ങനെ കളയരുത് കേട്ടോ. മൊത്തം കഴിച്ചിട്ട് വരുമോ? ഓക്കെ. നമസ്കാരം. ഇന്നലെ ജോലിന് ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഇടാറുള്ളൂ. അത് കൊടുത്തു വിട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ, തിരിച്ചേത് അവസ്ഥയിലാണ് വരുന്നതെന്നുള്ളത് കാണിക്കാറില്ല. അപ്പോൾ എനിക്ക് അതുകൂടെ കാണിക്കണമെന്ന് തോന്നി കേട്ടോ. ഫുഡ് വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് കുഞ്ഞു ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തുറന്നിട്ടില്ല, നിങ്ങളെയും കൂടെ കാണിച്ച് നമുക്ക് തുറന്ന് നോക്കാം എന്താണ് ഉള്ളിലെ അവസ്ഥ എന്ന് കാണിക്കാം. തുറന്നപ്പോൾ ഇതാ ഇങ്ങനെയാണേ. എന്താ ഇനി ആപ്പിൾ കഴിക്കാഞ്ഞത്? എന്നാ പറ്റി? വയറ് നിറഞ്ഞു പോയോ? ഓക്കെ. അടുത്ത ഡേ ഫുള്ള് കഴിക്കണം കേട്ടോ. കഴിക്കുവോ? അടുത്ത ഡേ ഫുള്ള് കഴിക്കുവോ? പറ. ഇത് അടുപ്പേ തൊടാതെ. അടുത്ത ഡേ ഫുള്ള് കഴിക്കുവോ? പറ. ഓക്കെ. ഓ, പക്ഷെ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. ഇനി കംപ്ലീറ്റ് കഴിച്ചിട്ട് വരുവോ? ഫുഡ് ഇല്ലാത്ത എത്ര ബേബീസ് ഉണ്ടെന്ന് അറിയാവോ? ഒരു വയറിന് വിശന്നിട്ട് കരയുന്ന ബേബീസ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ഫുഡ് ഇങ്ങനെ കളയരുത് കേട്ടോ. മൊത്തം കഴിച്ചിട്ട് വരുമോ? ഓക്കെ. നമസ്കാരം. ഇന്നലെ ജോലിന് ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഇടാറുള്ളൂ. അത് കൊടുത്തു വിട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ, തിരിച്ചേത് അവസ്ഥയിലാണ് വരുന്നതെന്നുള്ളത് കാണിക്കാറില്ല. അപ്പോൾ എനിക്ക് അതുകൂടെ കാണിക്കണമെന്ന് തോന്നി കേട്ടോ. ഫുഡ് വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് കുഞ്ഞു ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തുറന്നിട്ടില്ല, നിങ്ങളെയും കൂടെ കാണിച്ച് നമുക്ക് തുറന്ന് നോക്കാം എന്താണ് ഉള്ളിലെ അവസ്ഥ എന്ന് കാണിക്കാം. തുറന്നപ്പോൾ ഇതാ ഇങ്ങനെയാണേ. എന്താ ഇനി ആപ്പിൾ കഴിക്കാഞ്ഞത്? എന്നാ പറ്റി? വയറ് നിറഞ്ഞു പോയോ? ഓക്കെ. അടുത്ത ഡേ ഫുള്ള് കഴിക്കണം കേട്ടോ. കഴിക്കുവോ? അടുത്ത ഡേ ഫുള്ള് കഴിക്കുവോ? പറ. ഇത് അടുപ്പേ തൊടാതെ.